ഹലോ ഗെയ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും വീഡിയോസിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഷാനുവിൻ്റെ യാത്രയപ്പിൻ്റെ ഭാഗമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫസ്റ്റ് പാർട്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിപ്പോൾ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടാൻ കുറച്ച് വൈകിയിട്ടുണ്ട് കേട്ടോ. ഷാനു നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞല്ലോ വീണ്ടും. അപ്പോൾ ഓൻ്റെ ഉപ്പാൻ്റെ ഉമ്മ, അതായത് ഷാനുവിൻ്റെ ഉമ്മമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ടെൻഷനൊക്കെ ആയിങ്ങാണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പിന്നെ വീഡിയോ ഒന്നും ഞാൻ ശ്രദ്ധിക്കാതിരുന്നത്. ഷാനു ഇങ്ങനെ കുറച്ച് ടെൻഷൻ, എപ്പോഴും ഫോൺ വിളിയും കാര്യങ്ങളും. ഓന് ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു. ഓനിവിടെ വരിക, ഒന്ന് കുളിക്കുക, ഡ്രസ്സ് മാറുക, ചിലപ്പോൾ ഫുഡ് കഴിക്കാൻ നിൽക്കും, ഇല്ലെങ്കിൽ നേരെ പോവും. അങ്ങനെയാണ്. പിന്നെ പിറ്റേന്നും ആ ഒരു സമയത്ത് വരും, അല്ല ചിലപ്പോൾ വൈകുന്നേരം വരും, ചിലപ്പോൾ രാത്രി വരും, ചിലപ്പോൾ അങ്ങനെ ഒരു നേരെ വരുള്ളൂ ഒരു ദിവസം. അങ്ങനെ ആയിരുന്നു കേട്ടോ. കാരണം ഓന് ഹോസ്പിറ്റലിലേക്ക് എന്നുള്ളൊരു ആവശ്യത്തിന് വന്നതാണ്. അപ്പോൾ പിന്നെ അങ്ങനെ ഇവിടെ വന്ന് അങ്ങനെ കിടന്നുറങ്ങിയ നമ്മളെ ആവശ്യങ്ങൾക്കോ അങ്ങനെയൊന്നുമില്ല. ഉള്ള ഫുൾ ടൈം അങ്ങനെ ഹോസ്പിറ്റലിൽ നിൽക്കുക, അതിനെ ചുറ്റിപ്പറ്റിയിട്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ ഉണ്ടാവും എന്നല്ലാണ്ട് വേറെ കാര്യങ്ങൾക്കൊന്നും ശ്രദ്ധ തിരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഉമ്മാക്കൊരു വ്യാഴാഴ്ചയൊക്കെ ആയപ്പോഴത്തേന് കുറച്ചൊരു സീരിയസ് ഒക്കെ ആയി. പിന്നെ കോഴിക്കോട്ടേക്ക് മാറ്റണം എന്ന് പറഞ്ഞു. പിന്നീട് അത് മാറ്റിയില്ല. ഇവിടുന്ന് ഇങ്ങനെ എന്താ എടുക്കാൻ പറ്റുന്നില്ല, അങ്ങോട്ട് ഷിഫ്റ്റിങ് നടക്കണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറച്ച് അങ്ങനെയൊക്കെ ആയി. പിന്നെ അന്നൊക്കെ രാത്രിയിലൊക്കെ ഷാനു ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വിളിക്കും, ഉമ്മാക്ക് എന്തൊക്കെ പോലെ എനിക്ക് തോന്നുക, എനിക്ക് വിഷമാവുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വെള്ളിയാഴ്ച ഒരു രാവിലെയൊക്കെ ആയപ്പോൾ ഷാനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഉമ്മമ്മ പോയിട്ടോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു 7:50 ആയപ്പോഴാണ് ഉമ്മ മരണപ്പെട്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി എന്തായാലും ഖബർ ജീവിതവും പരലോകമൊക്കെ നല്ല റാഹത്തിലാക്കി കൊടുക്കട്ടെ. ആ ഒരു ജീവിതം, ഇവിടുത്തെ ജീവിതമൊക്കെ കഴിഞ്ഞു പോയി, ഇനി അവിടുത്തെ ഉള്ള ജീവിതമാണല്ലോ, അത് നല്ല റാഹത്താക്കി കണ്ട് നല്ലപോലെ ആക്കി കൊടുക്കട്ടെ. അതിന് നമുക്ക് ദുആ ചെയ്യാം. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ രാത്രിയൊക്കെ ആയിട്ടുണ്ട്. മറവൊക്കെ ചെയ്ത് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ വെള്ളിയാഴ്ച രാത്രിയായി. പിന്നെ ശനിയാഴ്ചയൊക്കെ ഷാനുവിന് എന്തോ ഒരു ടെൻഷനും മാതിരി അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അവന് നേരം വെളുത്തിട്ടൊക്കെയാണ് ഒന്ന് ഉറങ്ങാനൊക്കെ കിടക്കുന്നത്. കാരണം അതുവരെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരുന്നുകൊണ്ടേയിരുന്നു. അവന് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും പിന്നെ ശനിയാഴ്ച കിട്ടിയില്ല. പിന്നെ ഇപ്പോൾ ഇന്നലെ ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ ഇന്നലെ ആയിരുന്നു ഉമ്മാൻ്റെ കേട്ടോ. അവിടെ പരിപാടി കാര്യങ്ങളൊന്നും ഉണ്ടാക്കൂല. ജമാഅത്തിൻ്റെ ആ ഒരു ഇതിലായതുകൊണ്ട് നമ്മൾ സുന്നി അങ്ങനെയൊക്കെ ആകുമ്പോഴാണല്ലോ നമ്മൾ 3, 14, 7 അങ്ങനെയൊക്കെ ഉണ്ടാക്കുക. ഇത് പിന്നെ അവർ അങ്ങനെയൊന്നും ഉണ്ടാക്കുകയൊന്നുമില്ല. അപ്പോൾ എന്നാലും ഷാനു ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു. രാവിലെ ഖബറിങ്ങലൊക്കെ പോയി. പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് രാത്രിയിലും ഫുഡ് കഴിച്ചിട്ടാണ് പിന്നെ ഷാനു പോകുന്നത് കേട്ടോ. ഇന്നലെ 3 ഇനിയിപ്പോൾ എല്ലാവരും പാടെ അവിടെ ഓൻ്റെ ആൻറ്റിമാരൊക്കെ ഉണ്ട് കേട്ടോ. അവിടുന്ന് ഓലൊന്നും പോയിട്ടില്ല. അപ്പോൾ എല്ലാവരും പാടെ കൂടിയിട്ട് ഇന്നലെ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓന് അങ്ങനെ രാത്രിയിലാണ് വന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം കൊണ്ടാണ് കേട്ടോ ഇന്നലെ ഇപ്പോൾ ആ ഒരു ടെൻഷനും കാര്യവും നമ്മളൊരു കുറച്ച് പ്രയാസത്തിലല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരുന്നു നമ്മൾ വീഡിയോ ഇടാൻ കുറച്ച് വൈകിയത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതാക്കുക. മറ്റേ നമ്മൾ പാർട്ട് 1 പാർട്ട് 2 എന്ന് പറയുമ്പോൾ ഞാനത് തലേന്നും പിറ്റേന്നും ആയിട്ട് തന്നെയാണ് ഞാൻ ഇടല് കേട്ടോ. 2 ദിവസം അടുപ്പിച്ചാണ് ഞാനങ്ങനെ ആ ഒരു ലെങ്ത്തുള്ള വീഡിയോ 2 പാർട്ടാക്കുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയാണ് ഇടാറ് കേട്ടോ. പക്ഷേ ഇത് കുറച്ച് വൈകിയത് ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ടാണ്. നിങ്ങളൊന്നും വിചാരിക്കരുത്. അപ്പോൾ വീഡിയോ തുടർന്നും എല്ലാവരും കാണുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റുകളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ വിചാരിച്ചത് ഇങ്ങനെയൊന്നല്ല. നമ്മളിപ്പോൾ സെക്കൻഡ് പാർട്ട് ഇടുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇപ്പോൾ വീണ്ടും ഞാൻ ആ ഒരു വീഡിയോ ഇട്ട് കേട്ടിട്ടാണ് അന്നത്തെ വീഡിയോയിൽ ഞാൻ എന്തൊക്കെയാണ് സംസാരിച്ചതെന്ന് കേൾക്കുന്നത്. കാരണം അതൊക്കെ ഒരു മറന്നു പോയ പോലെ എനിക്ക് കേട്ടോ. എന്തൊക്കെയോ അറിയില്ല പോയിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് കരുതിയിട്ടാണ് പിന്നെ ഈ ഒരു കാര്യം കൂടി തുടക്കത്തിൽ തന്നെ ഒന്ന് പറയട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോൻ്റെ കാര്യങ്ങൾ പറയണ്ടേ. ഞങ്ങൾ ഇരുമ്പൂയിൽ നിന്ന് ഇറങ്ങി മുട്ടിപ്പാലത്ത് പോയി ഓനോട് സെയ്തിനോടൊക്കെ യാത്ര പറഞ്ഞ് ഓൻ്റെ ബാഗൊക്കെ ഞങ്ങൾ വെയിറ്റ് നോക്കി ഞങ്ങളിങ്ങനെ പോകുന്നു. പെരിന്തൽമണ്ണ ബൈപ്പാസിലാണ് കേട്ടോ ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു കടയിൽ കയറി അവിടുന്ന് ഷൂ കിട്ടിയില്ല. അതായത് ഓനക്ക് ഇഷ്ടപ്പെട്ട ഷൂ അങ്ങോട്ട് കിട്ടിയില്ല കേട്ടോ. പിന്നെ നമ്മളിതാ രണ്ടാമത്തെ കടയിൽ കയറി അവിടെ തന്നെ മക്കൾ കണ്ണാടയൊക്കെ വെച്ച് നോക്കുകയൊക്കെയാണ് കേട്ടോ. ഓൽക്ക് ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ അതിങ്ങനെ കഴിഞ്ഞിട്ട് ഷാന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
ഞാൻ പറഞ്ഞില്ലേ ഡെയിലി യൂസിനുള്ളതാകുമ്പോൾ ഇങ്ങനെ വെയിറ്റ് നോക്കുകയാണ് ഒന്നേരെ. പിന്നെ ഷാനുവിന് വൈറ്റ് കളറിനോട് ഭയങ്കര ഒരു ഇഷ്ടമുണ്ട് തോന്നുന്നുണ്ട്. ഒന്ന് അവൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ ബ്ലാക്കാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു വൈറ്റ് കിട്ടിയാൽ തിരക്കടില്ല എന്നുള്ളത് തോന്നുന്നു. അപ്പോൾ അതന്നെയാണ് പിന്നെ എവിടെ ചെന്നാലും അവന് വൈറ്റുമൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ ഞങ്ങളിങ്ങനെ ഓനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അനിയനും ഇത് അതേപോലെ ഓനക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. അനിയത്തിയുണ്ട്. ഞാൻ പിന്നെ ക്യാമറയും പിടിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഞാൻ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഷാനുവിനോട് കുറേ കാര്യങ്ങൾ ചോദിക്കണം. എൻ്റെ പനി ഒക്കെ കഴിഞ്ഞ് അഡ്മിറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നു, പിന്നെ ഒരാഴ്ചത്തെ റെസ്റ്റ്. അതുവരെയും ഞാൻ അവനോട് ഫോണിലൂടെ ഒന്നും കൂടുതൽ സംസാരിച്ചിട്ടില്ല. ഇപ്പോൾ ഓന് നാട്ടിലേക്ക് വരുന്നതിൻ്റെ തലേ ദിവസമാണ് ഞാൻ അവനോട് ഇങ്ങനെ സംസാരിച്ചത്. അപ്പോൾ എന്താ ആ സംസാരിച്ചതെന്ന് ഞാൻ പറയട്ടെ. ഞാൻ പറഞ്ഞു, ഷാനു ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ലാസിനോട് യാത്ര പറയുന്ന സമയത്താണെങ്കിലും ഇനിയിപ്പോൾ എന്താ പറയുക, എനിക്ക് അങ്ങനെ ഒരു ടെൻഷനേ കാര്യങ്ങളേ ഉണ്ടായിരുന്നില്ല. എനിക്കൊരു സങ്കടമില്ല. ഞങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴൊന്നും ഇപ്പോൾ ഈ യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തൊന്നും ഞങ്ങൾക്ക് അത്ര ടെൻഷനില്ല. കാരണം ഞങ്ങളെ കൂടെ ഉണ്ട്. കൊണ്ടുവിടാൻ പോവുക എന്നുള്ളതുണ്ടെങ്കിലും ഇപ്പോഴൊന്നും ഞങ്ങളിങ്ങനെ കരയോ ഞങ്ങളുടെ മുഖത്തെ ഒരു ഫീലിങ്സോ ഞങ്ങളെ സംസാരത്തിൽ കൂടെയോ ഒന്നും ഞങ്ങൾ പറയണില്ല. പക്ഷേ ഷാനുവിന് ഏത് ടൈമിലും ആ ഒരു ടെൻഷൻ ഉണ്ടായിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, മറ്റേത് ലാസിനോടൊക്കെ അവന് യാത്ര പറയുമ്പോൾ ഭയങ്കര കരച്ചിൽ, സങ്കടം, കണ്ണിൽ ഇങ്ങനെ കണ്ണീര് തുറക്കും. 2 യാത്രയിലും ഞാൻ കണ്ടൊരു കാര്യമാണ്. പക്ഷേ ഇപ്രാവശ്യം മോന് അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ എനിക്ക് അങ്ങനെയൊന്നും ഇല്ലായിരുന്നത്, ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ടെൻഷൻ ഉണ്ടുമ്മ എനിക്ക്, പക്ഷേ നമ്മൾ ജീവിച്ചിങ്ങനെ പോകുന്നത് കൊണ്ട് ഇപ്പം അതങ്ങനെയാണ് എന്ന് നമ്മൾക്ക് അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്ക് ഇവിടെ ഒറ്റക്കിട്ട് പോകണില്ല, എനിക്ക് ടെൻഷനില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാം കൊണ്ട് ജീവിക്കാൻ നിങ്ങൾ ഓക്കെയാണ് ഉമ്മ. കാരണം നിങ്ങൾക്ക് ആരും ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങളെല്ലാം കണ്ട് നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒക്കെ നിങ്ങൾക്കറിയാം. നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്, നിങ്ങളെ കയ്യിൽ പൈസയുണ്ട്, അതുകൊണ്ട് ഇന്നത് കാണിക്കാൻ നിങ്ങൾക്ക് വയ്ക്കും. അത് എന്താണ്, ഒരു കുടുംബം എങ്ങനെ കൊണ്ടുപോകണം, വാടക എന്താ, എല്ലാ കാര്യങ്ങളും നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ കാര്യത്തിൽ എനിക്ക് ടെൻഷനേ ഇല്ല എന്ന് പറഞ്ഞു ഷാനു കേട്ടോ. പിന്നെ അവൻ പറഞ്ഞു, എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, ഞാൻ പോയതിൻ്റെ പിറ്റേ ദിവസങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് കിടന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. ഞാൻ പോകുന്നതിന് ശേഷമാണല്ലോ ഇപ്പം ഇങ്ങനെ വന്ന്, ഞാൻ അവിടെ ഇല്ലല്ലോ എന്നൊക്കെ ആലോചിച്ചപ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ അവൻ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എപ്പോൾ വേണമെങ്കിലും ഉമ്മ വരാൻ പറ്റുമല്ലോ, നമ്മൾ ദുബായിലാണ്, എനിക്ക് എപ്പോൾ വേണമെങ്കിലും വരാൻ പറ്റുന്ന ഒരു സ്ഥലത്താണല്ലോ ഞാൻ എന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് എനിക്ക് ടെൻഷനില്ല. നമ്മളൊരു ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഇതിപ്പോൾ അത്ര സീരിയസ് അല്ല, ഒരു പനി വന്ന് കിടന്നു, പിന്നെ ഞാൻ പോകുന്നതിൻ്റെ പിറ്റേ ദിവസം അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ വരാത്തത്. നേരെ മറിച്ച് ഒരു വർഷമൊക്കെ ആയിട്ട് നിങ്ങളിങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ കിടക്കുകയാണ്, എനിക്ക് തീരെ വയ്യ, ഈ ഒന്ന് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വരില്ല എന്നൊന്നും പറയില്ലല്ലോ അമ്മ, ഞാൻ വരില്ലേ. ഇപ്പോൾ ബാംഗ്ലൂർക്കൊക്കെ ടൂറ് പോകുന്ന പോലെയാണ്, അവിടുന്ന് ഇവിടേക്ക് എത്തുന്ന അതേ ടൈം തന്നെ ഞാൻ ദുബായിൽ നിന്ന് ഇവിടേക്ക് എത്തും. നമുക്ക് ടിക്കറ്റിന് കയ്യിൽ പൈസ ഉണ്ടോ നോക്കിയാൽ മതി, വേറെ ടെൻഷനൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ ദുബായിൽ വന്നാൽ എങ്ങനെയാണ് ജീവിക്കണത്, എന്താ കാര്യങ്ങൾ എന്നൊക്കെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ആദ്യമൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാത്തൊരു സ്ഥലത്തേക്കല്ല, ഇപ്പം ഞാൻ അറിയുന്ന സ്ഥലത്തേക്കാണ്. എനിക്ക് ഇവിടെ ഒരുപാട് കൂട്ടുകാരും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഹാപ്പി ആയിട്ട് തന്നെയാണ് ഉമ്മ പോകുന്നത് എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം തന്നെയാണ്. കാരണം മക്കൾ സങ്കടപ്പെട്ട് ടെൻഷനായി, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോകുമ്പോൾ അങ്ങനെയായിരുന്നു. ഓന് പെട്ടെന്ന് അങ്ങോട്ട് ടെൻഷനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നൊക്കെ പോവുക, ടിക്കറ്റ് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പോകുന്നത് വരെ ഒരു മുണ്ടാട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഒരു കാര്യം സംസാരിക്കാണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനിവിടെ മാല നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ മാല ഞാൻ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യുമ്മലൊരു മോതിരമുണ്ട്, അതിന് മാച്ചായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ മാലയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി പെരുന്നാളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മാലയും വളയും മോതിരമൊക്കെ മേടിക്കാൻ ഞങ്ങൾ ഈ കട തിരഞ്ഞെടുത്ത് ഇങ്ങോട്ട് പോരേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് പറയാണ് കേട്ടോ. പിന്നെ അനിയനും ഓനക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാല എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിതെടുത്തു, ഓനൊന്നും എടുത്തിട്ടുണ്ട്, അത് ഞാൻ കാണിക്കാം. ഓന് ആദ്യം ഇങ്ങനെ വളയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ അതൊന്നും ഓല അങ്ങനെ ഇടൊന്നുമില്ല, അത് ചുമ്മാ ഓന് നോക്കിയിട്ടുള്ളൂ. പിന്നെ മാല അതും മേടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഇടണില്ല എന്നുണ്ടെങ്കിൽ അത് എനിക്ക് തരുകൊണ്ട് കേട്ടോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ അതും. അത് പിന്നെ ജെൻസ് ഇടുന്നത് തന്നെയാണ് എല്ലാം, പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതാ ഈ ഒരു മാല, ഇത് നല്ല രസമുണ്ട്, എനിക്കിഷ്ടമായി. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടുന്ന് മാലയൊക്കെ നോക്കി, ഷൂ ഓന് കിട്ടി. ഷൂവും ഓന് പിന്നെ ആ ഒരു ഷൂ ഇട്ടു. പിന്നെന്താ, മറ്റേ ഷൂ ഒരു കവറിൽ
നമ്മൾ വാങ്ങിച്ചിട്ട് അത് ഓൻ്റെ ബാഗിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ട് കവർ എടുത്തിട്ട് അതിൽ കിട്ടും കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പിന്നെ എല്ലാം ബില്ലാക്കിയിട്ട് പോരുകയാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ, ഈ 2 മാലയും കാണാൻ നല്ല രസമുണ്ട്. ഇതങ്ങനെ ഒരു കളറൊന്നും പോകുന്നതല്ല കേട്ടോ, ഒരു സ്റ്റീൽ ടൈപ്പാണ് കേട്ടോ അത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കളറൊന്നും പോകുന്നില്ല. ഒരു മാലക്ക് ഇപ്പോൾ എത്രയാണ് പറഞ്ഞത്, 240 കേട്ടോ. പിന്നെ ഇവിടെ മോതിരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഷാനു അവിടുന്ന് ഇരുമ്പയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇവിടുന്ന് വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഇതൊക്കെ അവിടെ ബില്ലാക്കിയിട്ട് ഓൻ്റെ മാല ഓനും കഴുത്തിലിട്ടു, എൻ്റെ മാല ഞാനും കഴുത്തിലിട്ടു. ഇതാണ് കേട്ടോ ഷൂ, ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് വന്നിട്ട് എടുത്ത ആ ഒരു ഷൂ തന്നെയാണ് പിന്നെ ഓൻ എടുത്തത് കേട്ടോ. അത് പിന്നെ വേറെ പീസുകൾ കൊടുന്നു കൊടുത്തു. മറ്റേതിനൊരു ചെറിയൊരു സ്റ്റിച്ചിന് ചെറിയൊരു ഇതുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇത് പെരിന്തൽമണ്ണ ബൈപ്പാസിലാണ് കേട്ടോ ഈ ഒരു ഷോപ്പുള്ളത്. അത്യാവശ്യം ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ, ഷൂവും ചെരുപ്പും. അപ്പോൾ അങ്ങനെ ഷാനുവിനുള്ള ഷൂവും കിട്ടി, ഞങ്ങൾക്കുള്ള മാലയും കിട്ടി. അങ്ങനെ ഞങ്ങളെല്ലാവരും ഹാപ്പിയായി. എന്നിട്ട് ഞങ്ങളിതാ വീണ്ടും ഞങ്ങൾ യാത്ര തിരിക്കാൻ പോവുകയാണ് കേട്ടോ. ഇനി ഞങ്ങൾ നേരെ പോകുന്ന എയർപോർട്ടിലേക്കാണ്, നെടുമ്പാശ്ശേരി എയർപോർട്ട്. ഇപ്പോൾ ഒരു സമയം 8:30 8:45 ആയിട്ടുണ്ട്. ഇനി വേഗം സ്പീഡിൽ വെച്ച് പിടിക്കാറുണ്ട് കേട്ടോ. 12 മണിക്കാണ് ഓന് എയർപോർട്ടിൽ എത്തേണ്ടത്. അപ്പോഴത്തേനൊക്കെ എത്തിയാൽ മതിയായിരുന്നു, ട്രാഫിക്കൊന്നും ഇല്ല, അല്ല ട്രാഫിക് എന്ന് പറയുന്നത് ബ്ലോക്കൊന്നും ഇല്ലാണ്ടിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതാ പോകുന്ന വഴിക്ക് ഷാനുവാണ്, അങ്ങോട്ട് പോകുമ്പോൾ വണ്ടി ഓട്ടണം, ഇങ്ങോട്ട് പോരുമ്പോൾ ഇവനും വണ്ടി ഓട്ടാന്ന് വിചാരിച്ച്. പിന്നെ അതാ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ കഴിക്കണമൊക്കെ ഉണ്ടായിരുന്നു, വെള്ളം കുടിക്കണ്ടായിരുന്നു. അങ്ങനെ വിശപ്പൊക്കെ ഏകദേശം ഞങ്ങളിതിങ്ങനെ ഒതുങ്ങിക്കൊണ്ടിരിക്കണം കേട്ടോ. ആരും ഫുഡൊന്നും കഴിച്ചിട്ടില്ല. മക്കളോട് കഴിക്കുമ്പോൾ ഇവിടെ എവിടെയെങ്കിലും നിർത്തിയിട്ട് കഴിക്കണോ കഴിക്കുമ്പോൾ ഒരിക്കും വേണ്ട. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് വിചാരിച്ചു, എയർപോർട്ടിൻ്റെ അടുത്തേക്ക് എത്തിയിട്ട് കഴിക്കാം. എന്നാൽ പിന്നെ നമ്മൾ കഴിച്ചിട്ടുള്ള സമയം പോകണേലും പെട്ടെന്ന് എയർപോർട്ടിലേക്ക് കയറിയാൽ മതിയല്ലോ. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. വണ്ടിയിലുണ്ട് വെറും ചോറും മുരിങ്ങാത്താളിപ്പും മാന്തൾ പൊരിച്ചതും പപ്പടം പൊരിച്ചതും പിന്നെ ഇറച്ചിയും പുളി ഉണ്ടാക്കിയതും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി അത് കഴിച്ചാൽ മതിയല്ലോ, എന്തായാലും കയ്യിൽ കരുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കണം. ഏകദേശം എയർപോർട്ടിൻ്റെ ഒക്കെ അടുത്ത് ഞങ്ങളിപ്പോൾ എത്താനായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ വന്നതാണ് ഈ ഒരു നെടുമ്പാശ്ശേരിക്ക് കേട്ടോ. ഒരുപാട് വർഷം എന്ന് പറഞ്ഞാൽ ഒരു 18 വർഷത്തിന് മുന്നേ ആണ് കേട്ടോ. ഞാനൊരു ഷാനുവിനൊരു 5-6 വയസ്സുള്ള സമയത്തൊക്കെയാണ് ഞാൻ വന്നിട്ടുള്ളത്. എൻ്റെ മൂത്താപ്പാരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങോട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഞാനങ്ങനെ ഈ ബൈക്ക് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം വന്നപ്പോൾ എനിക്കതൊരു ലോകം എന്തെന്ന് പറയാം, ഒരു അത്ഭുത ലോകം പോലെ തോന്നിക്കാട്ടോ. കാരണം നമ്മൾ വന്നിട്ടുള്ള സമയത്ത് നെടുമ്പാശ്ശേരി എന്ന് പറയുമ്പോൾ ആ പിക്ചറിലൊക്കെ കാണുന്ന ആ ഒരു ഇതിലായിരുന്നു, പണ്ടത്തെ ആ ഒരു ഇതിലായിരുന്നു കേട്ടോ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഞാൻ പറയുകയാണ് നമ്മൾ ദുബായി ചെന്നു കേട്ടോ എന്ന് പറഞ്ഞിട്ടോ, നമ്മൾ ഗൾഫിൽ ചെന്ന് പറഞ്ഞിട്ടോ ഞാൻ. അപ്പോൾ നിങ്ങൾ ഗൾഫ് കണ്ടോ എന്ന് ചോദിക്കണ്ടാവും. അല്ല, അതും നമ്മൾ ഇതേപോലെ തന്നെ വീഡിയോയിലും ഫോട്ടോയിലും ഒക്കെ കണ്ടിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ ഇതേയൊക്കെ ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് തോന്നുക കേട്ടോ. ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യൽ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ ഇത് കണ്ടപ്പോൾ ഗൾഫ് രാജ്യത്ത് ചെന്ന പോലെയാണ്, അതേമാതിരത്തെ ലൈറ്റും ഒരു ലോകം തന്നെയെന്ന് പറഞ്ഞു കേട്ടോ ഞാൻ. അപ്പോൾ ഞങ്ങളിപ്പോൾ എയർപോർട്ടിൽ കയറാണ്ട് പോകുന്നത്, ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഷാനുവിന് എന്തെങ്കിലും കൊടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിതാ ഈ ഒരു പാലം കഴിഞ്ഞേക്കുള്ള ഒരു ഒഴിഞ്ഞ സ്ഥലമുണ്ട്, അപ്പോൾ അവിടേക്ക് പോവുകയാണ് ഞങ്ങൾ. അപ്പോൾ എന്തൊരു ഭംഗിയല്ലേ ഈ പാലത്തുമ്പന്നൊക്കെ അവിടേക്ക് നോക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് ക്യാമറയിൽ പതിനെക്കാട്ടിൽ നമ്മളെ കണ്ണുകൊണ്ട് കാണുമ്പോൾ ഇതിലേറെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ അതാണ് ഞാൻ ചോറ് വാരി കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ മേൽ കൂടി ആക്കണ്ടല്ലോ വിചാരിച്ചിട്ട്, ഇനിയിപ്പോൾ മീനിൻ്റെയും ബീഫിൻ്റെയൊക്കെ മണം. അപ്പോൾ ഞാൻ എന്താക്കണം, അപ്പോൾ ചോദിക്കുക നിങ്ങളെന്താ ഒന്നും കഴിക്കാത്തതെന്നാ ചോദിക്കണം കേട്ടോ. മക്കളൊന്നും വേണ്ടാന്ന് പറയാം, നമ്മൾ തിരിച്ച് പോരുമ്പോൾ കഴിക്കാമെന്ന് പറഞ്ഞ് കണ്ടാണ് കേട്ടോ ഞങ്ങളിരിക്കണത്. അപ്പോൾ ഓന് മാത്രം വാരി കൊടുക്കണം കേട്ടോ. വാരി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്കന് ഭയങ്കര ഇഷ്ടമാണ്. ഇത്ര വലുതായിട്ടും വാരി കൊടുക്കണത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം കേട്ടോ. അനിയത്തി മക്കൾക്ക് ചോറ് വാരി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അടുത്ത് പോയിട്ട് തൊള്ള പൊളിച്ചിരിക്കും. ഉമ്മ ചോറുണ്ണാണെങ്കിലും ഞാൻ ചോറുണ്ണാണെങ്കിലൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഓന് ഞങ്ങളടുത്ത് വന്നിട്ടിരിക്കും. ഓനായിട്ട് കഴിക്കാൻ വിളമ്പി കൊടുത്തു കഴിഞ്ഞാൽ ആയിട്ടില്ല എന്ന് പറയും. പക്ഷേ നമ്മൾ വാരി കൊടുക്കുകയാണെങ്കിൽ അപ്പം സമയം ഓനാവും ചെയ്യും കേട്ടോ. പിന്നെ ഓന് ഫുഡൊക്കെ കൊടുത്തിട്ട് തിരിച്ചിതാ എയർപോർട്ടിലേക്ക് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ നെഞ്ഞിനൊക്കെ ചെറിയ പടപ്പൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. അപ്പം ഞാനിങ്ങനെ അനിയത്തിനോട് ബാക്കിലിരുന്നിട്ട് പറയണേ, ഇപ്പം എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നുന്നുണ്ട്, എനിക്കിപ്പോൾ സങ്കടം വരാൻ തുടങ്ങി, ടെൻഷൻ വരുന്നുണ്ട്, എന്തൊക്കെയോ നെഞ്ഞ് ചാടണു, പടപടാ ഇടിക്കണു എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ ഞാൻ. അപ്പോഴുണ്ട് നമുക്ക് ഒരു ചെറുതായിട്ടൊക്കെ ഒരു സങ്കടമൊക്കെ വരാൻ തുടങ്ങി. അതായത് ഇനി തിരിച്ചിപ്പോൾ പോവുമല്ലോ, ഇനിയിപ്പോൾ നമ്മൾ കാണാനുണ്ടാവുമല്ലോ, അതൊക്കെ അപ്പോഴാട്ടോ ഓർമ്മയിൽ വരുന്നത്. അതുവരെ നമ്മളിങ്ങനെ നമ്മളെ മൈൻഡ് മാറിക്കൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യണത്. ഫുള്ള് നമ്മൾ യാത്രയിലല്ലേ. അപ്പം നമുക്കത് അത്രയ്ക്ക് ഇങ്ങോട്ട് ഇത് വരുന്നില്ലല്ലോ. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയണതിൽ കൊണ്ടുവരാൻ പോണക്കാട്ടിലും കൊണ്ടാക്കാൻ പോകുന്നതാണ് എനിക്ക് സമാധാനം
കിട്ടണത് കേട്ടോ. എനിക്ക് സന്തോഷം സമാധാനമൊക്കെ കിട്ടണത് അങ്ങനെയാണ്. മറ്റത് ഓന് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കണമെങ്കിൽ ഇപ്പോൾ ഓന് 8 മണിക്ക് ഓന് ഇറങ്ങി അല്ലെങ്കിൽ 7:30 ഓന് ഇറങ്ങിക്കണമെന്നുണ്ടെങ്കിൽ 12 മണി വരെ നമ്മളിവിടെ ഉറങ്ങാണ്ട് കാത്തിരിക്കുക. എയർപോർട്ടിലെത്തിയോന്നാവോ ടെൻഷൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ 12 മണിക്ക് ഓന് അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ 2 മണിക്കാണ് ഫ്ലൈറ്റ്. 2:20-നൊക്കെയാണ് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ അതുവരെയും പിന്നെ നമ്മൾ ഇനിയിപ്പോൾ ഫ്ലൈറ്റ് കയറാനാകുമ്പോൾ വിളിക്കുകക്കാരം അല്ലെങ്കിൽ പൊങ്ങാനാകുമ്പോൾ വിളിക്കുകക്കാരം. പിന്നെ ഓൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാം ലോക്കാക്കാൻ ഫ്ലൈറ്റ് മോഡിലിടാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് ഇനി അമ്മ അവിടെ എത്തിയിട്ടേ വിളിക്കുള്ളൂ. പിന്നെ എത്തുന്നത് എപ്പോഴാണ് നമ്മളെ ഇവിടുത്തെ ഒരു 7 മണി 7:15-നൊക്കെയാണ് എത്തുന്നത്. അപ്പോൾ ആ ഒരു സമയം വരെ നമുക്ക് ഉറക്കില്ല. ടെൻഷനുമാണ്. ഇതങ്ങനെയല്ല. ഓനെ നമ്മളിവിടെ ഇറക്കാൻ പോകുന്നത് ഒപ്പാണ്. അപ്പോൾ നമ്മൾ അതുവരെ നമ്മൾ കൂടെ ഉണ്ട്. അപ്പോൾ പിന്നെ ആ എത്തിയോ എന്നുള്ള ടെൻഷൻ ഒഴിവായി. അത് കഴിഞ്ഞ് ഓൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയിട്ട് ഒരു മണിക്കൂർ സമയം ഓൻ അവിടെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇതൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും നമ്മളെ അടുത്തേക്ക് നമുക്ക് വരാം. നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് എത്തിയത് ഞങ്ങൾ 5 മണിക്കാണ്. 5:30 ആയിട്ടുണ്ട്. 5:30ക്ക് എത്തിയിട്ട് പിന്നെ 7:30 എന്ന് പറയുന്ന ഒരു സമയം അല്ലെങ്കിൽ 7:15 എന്ന് പറയുന്ന സമയം പിന്നെ അത്ര ദൂരമല്ല. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ട് എനിക്ക് കൂടെ ഉള്ളപ്പോൾ എനിക്കത്ര ഇടങ്ങേറ് തോന്നിയില്ല. അത് എനിക്കാണെങ്കിലൊക്കെ അങ്ങനെ തന്നെ, നമ്മളെ വീട്ടിലേക്കാണെങ്കിലൊക്കെ. അപ്പോൾ ഞാൻ വിചാരിക്കണത് ഇങ്ങനെയാണ്, കൊണ്ടാക്കാൻ കൊണ്ടുവരാൻ പോണക്കാട്ടിൽ നല്ല കൊണ്ടാക്കാനാണ്. ഞങ്ങൾ പണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്ന ഇപ്പോൾ കണ്ടത് കേട്ടോ, ഈ ഒരു ഭാഗങ്ങളായിരുന്നു കേട്ടോ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഉള്ള ഈ ബിൽഡിങ്ങും ഇങ്ങനെ ഈ കാണുന്ന ഈ കാർ പാർക്കിങ്ങും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഒരു ലോകം, എത്രയോ ഏക്കർ കണക്കിന് സ്ഥലം, ഫുൾ ലൈറ്റ്, ബിൽഡിങ്, കാറുകൾ, ആളുകൾ, അങ്ങനെയാണ്. നല്ല രസം, കാഴ്ചകൾ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലം നോക്കിക്കൊണ്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ പിന്നെന്താണ്, സ്ഥലങ്ങൾ വളരെ കുറവാട്ടോ, അത്രയും വേണം. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലോട്ട് വന്നതും പോവാനുള്ളവരും കൊണ്ടാക്കാനുള്ളതൊക്കെയാണല്ലോ എന്നൊക്കെയാണ് ഞങ്ങൾ പറയുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങളും പൈസ കൊടുക്കണമല്ലോ വണ്ടി നിർത്തിയിടാൻ. അപ്പോൾ അതൊക്കെ കൊടുത്ത് ഞങ്ങളിനി എത്രയോ ദൂരം പോകുന്നുണ്ട്. ഞാൻ പറയണ വണ്ടി കൊണ്ട് നിർത്തിയിടുമ്പോൾ അങ്ങനെയൊക്കെ സ്ഥലം തിരഞ്ഞ് നടക്കൂട്ടോ. എന്നിട്ട് തിരിച്ചിങ്ങോട്ട് കയറാൻ വരുമ്പോഴേക്കാരം ഏത് അറ്റത്താന്നുള്ളത്. ഞങ്ങളധികം MS പോയിട്ട് വണ്ടി നിർത്തുമ്പോൾ അങ്ങനെയൊക്കെ എവിടെയോ കൊണ്ടുപോയി നിർത്തിയിടും. എന്നിട്ട് പിന്നെ നടന്ന് കയറിപ്പോണം. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, എപ്പോഴും വണ്ടി ഇങ്ങനെ നിർത്തണം, അടുത്തടുത്ത് നിർത്തണം എന്ന് പറയും. അപ്പോൾ സ്ഥലം കിട്ടണ്ടേ നിർത്താനെന്ന് പറയും. അതേപോലെ തന്നെയാണ് എവിടെയില്ല, ഞങ്ങളിങ്ങനെ സ്ഥലം നോക്കിക്കൊണ്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അനിയത്തീൻ്റെ മക്കളോട് ഞങ്ങളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷാനുവാക്കുവിൻ്റെ കൂടെ എൻ്റെ ഉമ്മച്ചിയും പോവുകയാണ് കേട്ടോ, ഓൾക്കും അവിടെ ജോലിയൊക്കെ കിട്ടിയിട്ടുണ്ട്, നിങ്ങളെ നോക്കണമെന്നുണ്ടെങ്കിൽ ഓൾക്ക് പൈസ വേണ്ടേ, അപ്പോൾ ഓള് ദുബായിൽ ജോലിക്ക് പോവുകയാണ് പറഞ്ഞിട്ട് ഷാനു ഇങ്ങനെ മുന്നിൽ പോണ പോലെ കാണിക്കുക കേട്ടോ. മക്കളെന്താ കാട്ടുന്നുണ്ട്, മക്കൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല, ഓൾക്ക് പോലെ മാമനുണ്ടല്ലോ എന്നുള്ള സന്തോഷത്തിലാട്ടോ. ഓല് രണ്ടാളും കുറേ മുന്നിൽ നടന്നു നോക്കുന്നുണ്ട് കേട്ടോ, എന്ന് പോവണ്ടെന്ന് പറയുമോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അങ്ങനെയൊന്നുമില്ല കേട്ടോ, ഉമ്മച്ചി ഗൾഫിൽ പോയിക്കോ, മാമണ്ടല്ലോ ഇവിടെ എന്നാട്ടോ പറഞ്ഞത്. പിന്നെ ഞങ്ങളിതാ അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. പിന്നെ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ, ഇവിടേക്ക് ഇങ്ങനെ എത്തുമ്പോൾ പിന്നെ ഞാനിങ്ങനെ ബാക്കൊക്കെ, അതായത് പിന്നെ എനിക്ക് മൂഡ് ഓഫൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. ഞാൻ തന്നെ വീഡിയോ എടുക്കണം, കാരണം നമ്മൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടാകുമ്പോൾ നമ്മൾ തന്നെ വീഡിയോ എടുക്കണമല്ലോ. അത് യൂട്യൂബിലേക്ക് ഇടണം എന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണെങ്കിൽ പിന്നെ ഞാൻ എന്ത് വിഷമമാണെങ്കിലും ആ ഒരു ടൈമിൽ ഞാൻ വീഡിയോ എടുക്കാൻ ഞാൻ നോക്കാറുണ്ട് കേട്ടോ. മഞ്ചേരിയങ്ങാടിയിൽ നിന്നുകൊണ്ട് റോഡ് വയങ്ങുറിക്കാൻ നിൽക്കണ പോലെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നപ്പോഴും ഭയങ്കര വണ്ടികൾ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുക തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ല കേട്ടോ, ഒരേ സൈഡിലേക്ക് മാത്രം. അവിടെ നിന്ന് ഇങ്ങനെ വണ്ടികളെ ഇറക്കിയിട്ട് ഇങ്ങനെ പോയിട്ട് കാർ പാർക്കിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയും ചെയ്തു കേട്ടോ, ഇതിപ്പോൾ മഞ്ചേരി അങ്ങാടിയിൽ പോയിക്കും പോലെയാണല്ലോ എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഇതേപോലത്തെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ലിഫ്റ്റിൽ നമ്മൾ ആദ്യമായിട്ട് കയറണം കേട്ടോ. അതിൻ്റേതായിട്ടുള്ള സന്തോഷം ചെറിയങ്ങളെയൊക്കെ ഞങ്ങളെ മൊത്തമുണ്ടായിരുന്നു കേട്ടോ. ഞാനും അനിയത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഈ ആ സൈഡിൽ നിന്ന് എടുത്ത വീഡിയോ ഞാൻ ഈ സൈഡിൽ നിന്ന് വീഡിയോ എടുക്കുക എന്നുള്ളത് കേട്ടോ. കാരണം നമ്മളിങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ അല്ലേ ലിഫ്റ്റിൽ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലൊക്കെ പോയിട്ടാകുമ്പോൾ നമ്മൾ ആ ഒരു ചെറിയൊരു കുടിസ് റൂമൊക്കെ കയറലല്ലേ, ഇതിങ്ങനെ കയറിയപ്പോൾ തന്നെ ഇറങ്ങാനും ആയിട്ടോ. അതാ പണ്ടായത്, ഒന്നും കൂടുതൽ സമയമൊന്നുമില്ല, ഈ താഴത്തുനിന്ന് ഈ മുകൾക്കുള്ളതല്ലേ. എന്തായാലും ഇതും ഫസ്റ്റ് ഒരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ. സംഭവം നല്ല അടിപൊളി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതാ നമ്മളിങ്ങനെ ഇപ്പോൾ അടുത്തടുത്തടുത്തോണ്ടിരിക്കുകയാണ്. ഷാനു ഇങ്ങനെ എവിടെ നിന്നാണ് കയറേണ്ടതെന്നുള്ള
അവരത് നോക്കി ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് പോകാണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അനിയനും ഓനും ഒരുമിച്ചാണ് വന്നത്. പിന്നെ അതേപോലെ തന്നെ ഓല് എപ്പോഴും നടക്കുമ്പോൾ ഒരേപോലെയാണ്. അതായത് അനിയന് ആ തലയ്ക്കയും ഷാന് ഈ തലയ്ക്കയും ഈ രണ്ട് മക്കളും ഓലെ രണ്ടാളും കയ്യിൽ പിടിച്ചിട്ടാണ് നടക്കുക കേട്ടോ എന്നും. അങ്ങനെ ഈ നാലാളുമാണ് ഇപ്പോൾ ഇത്രയും ദിവസം, അതായത് ഇവർ വന്ന 29 മുതൽ ഒക്ടോബർ 29 മുതൽ ഈ പോകുന്നത് വരെ ഞങ്ങൾ എങ്ങോട്ട് പോകുമ്പോഴും കേട്ടോ. അങ്ങനെ ഇവരോട് എല്ലാവരോടും യാത്ര പറയാണ്, മക്കളോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഇങ്ങനെ പോവാൻ നിൽക്കുകയാണ് കേട്ടോ. ഷാനുവിന് എന്താ പറയുക, ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ഇവിടെ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഭയങ്കരമായിട്ട്. ഷാനുവിന് മക്കളെ ഇട്ടിട്ട് പോണതിൽ ഭയങ്കര ഈ ആളെ ഇട്ടിട്ട് പോണതിൽ ഭയങ്കര വിഷമം കേട്ടോ. ഇവർ രണ്ടാളുമായിട്ട് ഭയങ്കര ഒരു കൂട്ടാണ്. ഷാനുവിന് ഭയങ്കര കാര്യമാണ് കേട്ടോ. പിന്നെ ഞാൻ ഫോണ് വേഗം അനിയൻ്റെ കയ്യിൽ കൊടുക്കണം കേട്ടോ. ഞാനൊന്ന് യാത്ര പറയണമല്ലോ, അപ്പം ഞാനതിന് വേണ്ടിയിട്ട് കൊടുക്കണം കേട്ടോ. പക്ഷെ ഞാൻ പിന്നെ ഭയങ്കര കരച്ചിലായി. എനിക്കിപ്പോൾ അത് കാണുമ്പോൾ ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു എന്തിനാ ഇപ്പോൾ ഇത്രയും കരഞ്ഞതെന്നുള്ള ഷാനുവിനോട് ഞാൻ പറയണത്. ഷാനുവിൻ്റെ കരച്ചിൽ കണ്ടിട്ട് അന്തം വിടുകയാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ അതായത് പുറത്തേക്ക് എനിക്ക് കരച്ചിലിനുള്ളിൽ ഉള്ളിലിങ്ങനെ ഭയങ്കരമായിട്ട് കേട്ടോ. കാരണം ഞങ്ങൾ രണ്ടാളും മാത്രമുള്ള ഒരു ലോകമാണ് ഒരുപാട് വർഷങ്ങളായിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഓന് പെട്ടെന്നാണ് പോവുകയെന്നൊക്കെ പറയുമ്പോൾ കേട്ടോ. പിന്നെ അങ്ങനെ ഓന് നേരെ അനിയൻ്റെ അടുത്തേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ അനിയന് വേഗം ഫോൺ തരികയാണ്. അപ്പത്തിന് ഓലെ കെട്ടിപ്പിടിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ, യാത്ര പറച്ചിലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇപ്പം പറയാണ് ഇയാൾ വൈക്കോ ഞാനാണ് വരാമെന്ന് പറയണം കേട്ടോ. അപ്പോൾ ഉമ്മ പിന്നെ ടിക്കറ്റിൻ്റെ അതിരുന്ന് ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒക്കെ ഫോണിലാണല്ലോ, അപ്പോൾ വെറുതെ ഇതൊന്ന് ഇങ്ങനെ എടുത്തിട്ട് കയ്യെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പാസ്പോർട്ടൊക്കെ ഇല്ലേ എന്നൊക്കെ ചോദിക്കണം കേട്ടോ. എന്നിട്ട് ഇനി അതിനെ കയറിക്കോ എന്നൊക്കെ പറയണം. പിന്നെ എല്ലാവരോടും ഒന്ന് വീണ്ടും ഒന്നും പാടെ സ്ഥലാനൊക്കെ പറഞ്ഞ് എന്നോടൊക്കെ അങ്ങനെ സ്ഥലാനൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പോവുകയാണ് വീണ്ടും. ഇതൊക്കെ കാണുമ്പോൾ എന്താ പറയുക, ഞാനിപ്പോൾ ഈ ഫോണിലാണ് ഇപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് കണ്ണ് നിറഞ്ഞിട്ട് എനിക്കിതൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ എനിക്കിത് കാണുമ്പോൾ ഇപ്പോൾ ഇത് എനിക്ക് സങ്കടമില്ല കേട്ടോ. കഴിഞ്ഞ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ കരഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് വോയിസ് ഓവർ ഞാൻ കൊടുത്തത്. അപ്പോൾ എനിക്ക് പ്രശ്നമില്ല. അപ്പോൾ ഇന്നിപ്പോൾ എനിക്കത് കൊടുക്കുമ്പോൾ പ്രശ്നമില്ല. അതാ അപ്പുറത്തെ റൂമിൽ ആൾ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ അത് അത്രക്കട് സങ്കടം തോന്നണില്ല കേട്ടോ. പക്ഷെ എന്നാലും നമുക്കിങ്ങനെ ഈ ആര് പോകുന്നത് കാണുമ്പോഴുണ്ടാവില്ല നമുക്കൊരു കണ്ണിലൊരു വെള്ളം നിറയൽ. അത് ഞാനെപ്പോഴും പറയും അടുത്ത വീട്ടിലാരെങ്കിലും പോവുക, അല്ലെങ്കിൽ പുതിയാപ്പിള ഇറങ്ങുന്നത് കാണുക, ഇങ്ങനെയൊക്കെ. ഇനിയിപ്പോൾ ഒരു മരണ വീട്ടിൽ പോയി നമ്മൾ ആരും അല്ലെങ്കിൽ പോലും എനിക്ക് ഭയങ്കര കരച്ചിലേക്കാരം. എനിക്ക് പെട്ടെന്ന് അത് സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും എല്ലാം എനിക്ക് കുറച്ച് ഓവറാണെന്ന് പറയും ഞാൻ. പിന്നെ ഷാനു എന്താ പോകുമ്പോൾ എങ്ങോട്ടും നോക്കണില്ല, ബാക്കിക്കോ ഞങ്ങളെ ഒന്നും നോക്കണില്ല കേട്ടോ. അപ്പോൾ ഷാനുവിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താ ഷാനു ഈ അങ്ങനെയൊന്നും നോക്കാണ്ട് പോയത് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് പിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് സങ്കടം വരാൻ തുടങ്ങും വെച്ച്, അപ്പോൾ പിന്നെ ഞാൻ നോക്കാണ്ട് പോവുകയാണ് എന്ന് പറഞ്ഞിട്ടോ. ഞാനൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞു, ഞാനപ്പോൾ എന്നോട് പറഞ്ഞു, ഞാനൊക്കെ ആണെങ്കിൽ ബാക്കൊക്കെ തിരിഞ്ഞ് ബാക്കോട്ടേക്കാരം ഞാൻ പോയിട്ടുണ്ടാകുക, അത്രയും സമയം കാണാമല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിക്കുന്നുണ്ടാവുക എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ പറഞ്ഞു ഓരോരുത്തർക്കും ഓരോരോ മൈൻഡല്ലേ അമ്മ, അത് എന്താ എനിക്കങ്ങനെയാണ്, എനിക്ക് പിന്നീട് കാണുമ്പോൾ ചിലപ്പോൾ സങ്കടം വരും, അപ്പോൾ അതിലേറെ നല്ല നമ്മൾ നോക്കാണ്ട് അങ്ങോട്ട് പോവുക നല്ലത് എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഓൻ ഇതിലെങ്ങനെ പോണത് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ അവിടെ ഒരു വരി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്തെല്ലാവരും പാസ്പോർട്ടൊക്കെ പിടിച്ചിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമുക്ക് പിന്നെ അതിനെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ, എന്തിനാണ് അവിടെ നിൽക്കുന്നത് എന്നുള്ളതൊന്നും പോയവർക്കല്ലേ അറിയുള്ളൂ. ഞങ്ങളവിടെ ഇങ്ങനെ നിന്നിട്ട് ഞാനും അനിയത്തിയും പറയുന്നുണ്ട്, ഓനവിടെ എൻ്റെ ടിക്കറ്റും പാസ്പോർട്ടൊക്കെ കൊടുക്കാൻ നിൽക്കാൻ തോന്നുന്നുണ്ട്, ബോർഡിംഗ് പാസ് എടുക്കാൻ നിൽക്കാവും എന്നൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ ഇതാ അവിടെ ഇങ്ങനെ വരിയിൽ നിന്ന് ഇവിടെ വന്ന് അതൊക്കെ ശരിയാക്കി കഴിഞ്ഞിട്ട് ഇതുപോലെ നടന്ന് വന്ന് ഇവിടെ ബാക്കിയുള്ളവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞിട്ട് ഒരു പോകുന്നുണ്ട്. അവർ ആളുകൾ ഇതേപോലെ ഇവിടെ ഞങ്ങളുടെ അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ വന്ന് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഒരു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും അനിയത്തിയും പറഞ്ഞു, ഷാനു ഒന്ന് വന്നാൽ മതിയായിരുന്നു അല്ലേ, ഇനിയിപ്പോൾ വരുമോ എന്നറിയില്ല, ഓൻ അങ്ങനെ തന്നെ നേരെ കയറിയിട്ട് പോകുമോ എന്നറിയില്ലല്ലേ, ഒന്ന് വന്നാൽ മതിയായിരുന്നു. പിന്നെ നമ്മൾ വിളിക്കണമില്ല, മെസ്സേജൊന്നും അയക്കണില്ല കേട്ടോ. കാരണം ഓനിങ്ങനെ അവിടെ ഒരു ഇതിൽ നിൽക്കുകയാണല്ലോ, അപ്പോൾ നമ്മളിനി വിളിക്കുമ്പോൾ ഞാൻ അത് ബുദ്ധിമുട്ടാകുമോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിളിക്കണമൊന്നുമില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓനൊന്ന് വന്നാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഓന് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു കേട്ടോ. ഞങ്ങളുടെ അടുത്തേക്ക് ഇതാ ഇതിലിങ്ങനെ ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ വരുന്നു കേട്ടോ ആള്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓൻ വരുന്ന കണ്ടടി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഷാനു പറയുകയാണെ, ഞാൻ അന്ന് മറന്നുപോയി, എനിക്കും എൻ്റെ ക്യാമറ ഓണാക്കി പിടിച്ചിട്ട് നിങ്ങളടുത്തേക്ക് വന്നാൽ മതിയായിരുന്നു. എന്തൊരു കരച്ചിലാൻ വെച്ച് നിങ്ങളെ കണ്ണും മുഖമൊക്കെ ഒന്ന് കാണേണ്ടിയിരുന്നു, എന്തായിരുന്നു അപ്പോഴത്തെ അവസ്ഥ, ഇങ്ങൾക്കൊരു ബോധമില്ല കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്, പക്ഷേ ഓനെന്നല്ല, എനിക്കെന്തൊക്കെയോ ഞാൻ ചുണ്ടും ചിറയൊക്കെ എന്തൊക്കെയോ ആയിട്ടായിരുന്നു, ഭയങ്കര കരച്ചിലായിരുന്നു.
ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഓന് പോയി. ഓനെ ഞങ്ങൾ അവിടെ ആ തലക്കം മറയുന്നത് വരെ, നമ്മളെ കണ്ണിന്ന് മറഞ്ഞ് പോകുന്നത് വരെ ഞങ്ങളവിടെ നോക്കിക്കൊണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സമയമൊക്കെ നമുക്ക് വല്ലാത്തൊരു തന്നെ കേട്ടോ. നമ്മൾ ഇനി എങ്ങനെയാണ് കാണുക എന്നുള്ളതൊക്കെയാണ് ആലോചിക്കുക. നമ്മളിനി നമ്മളെ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണുമോ, എന്താ നമുക്കെന്തെങ്കിലും സംഭവിച്ചിട്ടാണോ, എന്താ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. മനുഷ്യൻ്റെ കാര്യമല്ലേ. അതാണ് ഈ ഗൾഫ് ജീവിതം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമം. എന്നാൽ നമുക്ക് പൈസ വരുന്നുണ്ട്, നമ്മളെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അടിപൊളിയായിട്ട് ബുദ്ധിമുട്ട് കൂടാതെ നമ്മൾക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾക്ക് ഈ ഒരു കുറച്ച് കാര്യങ്ങൾ ആലോചിക്കുമ്പോഴാണ് ഗൾഫൊന്നും വേണ്ട എന്ന് നമുക്ക് തോന്നിപ്പോകും കേട്ടോ. എന്നാൽ പിന്നെ വിചാരിക്കും ഫാമിലി ആയിട്ട് അവിടെ നിൽക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോഴും തന്നെ ഒരു ഭാര്യയും ഭർത്താവും നിൽക്കുമ്പോഴും അവിടെയും തന്നെ ഈ ഉമ്മയും മക്കളൊക്കെ ഇവിടെ നാട്ടിൽ തന്നെ അല്ലേ. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ഇതിൽ കയറാൻ അനിയത്തി മക്കളൊക്കെ കൂളായിട്ട് കയറിപ്പോയി. ഞാനും ഉമ്മ ഇവിടെ ഇരുന്നിട്ട് പമ്പരം കരിങ്ങും പോലെ കറങ്ങിയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് വയ്യ. പിന്നെ ഉമ്മ അതപ്പം മുന്നിൽ പോകുന്നുണ്ട് കേട്ടോ. ഉമ്മാനെ വേറൊരു ഫാമിലി കൈ പിടിച്ചിട്ട് കൊണ്ടുപോയി. അനിയനെ തിരിച്ച് വന്ന് ഇനി കൈ പിടിച്ചിട്ട് ഇറക്കി കൊണ്ടുപോയി കേട്ടോ. ഞങ്ങൾക്ക് പറ്റണില്ല. അനിയത്തി അവിടെ ഇരുന്ന് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് പിന്നെ ഇനിയും അനിയനെ ഒന്ന് വീഡിയോ മാറ്റി പിടിക്കാനോ സെൽഫി ആക്കാനോ അല്ലെങ്കിൽ ഫ്രണ്ട് ക്യാമറ ആക്കാനോ ഒന്നും എനിക്ക് അറിയണില്ല കേട്ടോ. ഞാൻ പേടിച്ചിരുന്ന ടൈം ഇരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് ആ ഒരു ഇതിൽ കൂടെ ഇറങ്ങുന്നത് കേട്ടോ. അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് പറയാനറിയില്ല. അതിലൂടെ എന്തായാലും ഞാൻ ഇറങ്ങി വരുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ്. എനിക്ക് പേടിയാണ്. ഇനി ഞാൻ ഇറങ്ങുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഭയങ്കര പേടി. പിന്നെ ആ മുന്നിൽ പോകുന്ന മൂന്നാളിൽ ഒരാളിപ്പോൾ 4 ആൾക്കാരെ പോയിരുന്നതിൽ ഇപ്പോൾ ഒരെണ്ണം കുറഞ്ഞു പോയി. ഇപ്പോൾ 3 ആളാണ് നടക്കുന്നത്. അതും ഞാനും ഉമ്മ ഇപ്പോൾ പോരുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഷാനു വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് പിന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോ എടുത്തിട്ടില്ല. ഷാനു വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഗേറ്റിൻ്റെ അവിടെ പോയിട്ടിരിക്കുകയാണ്, നിങ്ങൾ പോയോ, നിങ്ങൾ വണ്ടിയിൽ കയറിയോ, ഇല്ലെങ്കിൽ നിങ്ങൾ പോയിക്കോളി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി നമ്മൾ തമ്മിൽ കാണുന്നില്ലല്ലോ, നിങ്ങൾ കുറേ ടൈം ഇവിടെ ഇരിക്കൊന്നും വേണ്ട, ഇനി 2:30 അല്ലേ ഫ്ലൈറ്റ്, അപ്പോൾ അതുവരെ അവിടെ ഇരിക്കണ്ട, ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി ഞാൻ അങ്ങോട്ട് പോന്നില്ലേ, അപ്പോൾ നിങ്ങൾ പൊക്കോളി കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആയിക്കോട്ടെ ഞങ്ങൾ പോന്നിട്ടുണ്ട്, ഞങ്ങൾ വണ്ടിയിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കണില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ അനക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടില്ല, അത് അവിടേക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വണ്ടി അങ്ങോട്ട് പോവാൻ നിൽക്കുകയാണ്. ഇനി ആ പാലം കഴിഞ്ഞ് പോയിട്ട് അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടിട്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് നല്ല സന്തോഷമൊക്കെ ആയിട്ട് ഫോൺ വെച്ചു. എന്നോട് പറഞ്ഞ കാര്യമൊന്നും വേണ്ട, സാരമില്ല, എനിക്ക് ഒരൊറ്റ കാര്യമാണ്, അപ്പോൾ ആലോചിക്കുമ്പോഴും വിഷമമുള്ളൂ, നിങ്ങൾ ഭയങ്കര കരച്ചിലാണ്, എന്തിനാ അങ്ങനെ കരയുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പറഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങളിതാ ഇങ്ങനെ പോവുകയാണ്. ഇനി ഞങ്ങൾ പാലത്തുമ്മ കൂടെ പോവുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പോകണം. കാരണം ഞങ്ങൾ ഇങ്ങോട്ട് പോരുമ്പോൾ ഞങ്ങൾ കഴിക്കാത്തത് 12 മണിക്കാണ് ഷാനൂന് അതിൻ്റെ ഉള്ളിലേക്ക് കയറേണ്ടത്. 11:45 ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങോട്ട് പോവാൻ നിൽക്കുമ്പോൾ തന്നെ. 11:50 ആയിക്കൂടെ ഞങ്ങൾ പാലം കഴിഞ്ഞപ്പോൾ. പിന്നെ 10 മിനിറ്റ് കൊണ്ട് എല്ലാവരും അതും കഴിക്കൽ കഴിയൂല എന്ന് വിചാരിച്ചിട്ടാണ് ഷാനൂന് മാത്രം നമ്മൾ കൊടുത്തത് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പോരുമ്പോഴേക്കും എന്തായി സംഭവം എന്ന് വെച്ചാൽ ചോറ് കേടുവന്ന് പോയി. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിന്ന് ആവിച്ചിട്ട് ചോറിന് മാത്രം, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വേറെ ഇപ്പോൾ കറിയാണ്, അത് പൊളിച്ചിട്ടില്ല, ഒന്നും ആയിട്ടില്ല. പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഇറച്ചി പുളിയും കയ്യിലുണ്ടായിരുന്നു പറഞ്ഞില്ലേ, പിന്നെ ഫ്ലാസ്കിൽ കട്ടൻ ചായ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പോരേണ്ടി വന്നു. ഇറച്ചിയും പുളിയൊക്കെ കഴിച്ച് അങ്ങനെ പോകുന്നു ഞങ്ങൾ കേട്ടോ. പിന്നെ ആർക്കും അങ്ങനെ വിശക്കണമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഓരോന്ന് അതും ഇതൊക്കെ ഇങ്ങനെ കഴിച്ചിട്ട് നമുക്ക് വിശക്കണമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവിടെ നിന്നൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ പോന്നു കേട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ പോന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേന് ഷാനു ഫോട്ടോസൊക്കെ വിടാൻ തുടങ്ങിയിട്ട് പ്ലെയിനിൽ കയറി ഇരുന്നു ഉമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോ വിട്ടു. ഇനി നിങ്ങൾ കുഴപ്പമൊന്നും സങ്കടപ്പെടുകയൊന്നും വേണ്ട, കുഴപ്പമാകുമൊന്നും വേണ്ട, അസുഖമൊന്നും വരുത്തിയേക്കണ്ട, ഒരുപാട് സങ്കടപ്പെട്ടിട്ട് കരയണ്ട എന്നൊക്കെ പറഞ്ഞു കണ്ടൊക്കെ ഓനിങ്ങനെ മെസ്സേജ് വിടുന്നുണ്ട്. കുറച്ച് ഫോട്ടോസൊക്കെ ഇങ്ങനെ വിട്ടു തന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ പോയിക്കോളിയും, വിഷമിക്കണ്ട, അത്രമാത്രം എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ പോന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളോട് പറഞ്ഞു, തൃശ്ശൂരൊക്കെ എത്തിയപ്പോൾ പറഞ്ഞു അങ്ങക്ക് അമ്പലം കാണിച്ചു തരാം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്പലത്തിൻ്റെ ചുറ്റും ഇങ്ങനെ നമ്മൾ പോയിട്ട് അമ്പലമൊക്കെ കാണിച്ചു തന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ തൃശ്ശൂരുണ്ടല്ലോ ഒരു റൗണ്ടായിട്ടുള്ളൊരു പാലം, അത് ഗ്ലാസ് പാലാണോ എന്താണെന്ന് എനിക്കറിയില്ല, റൗണ്ട്. പക്ഷെ നമ്മൾ രാത്രി ആയതുകൊണ്ട് നമുക്കത് അത്രയ്ക്ക് അങ്ങോട്ടൊരു ഇത് കിട്ടിയില്ല കേട്ടോ. അത് ഓൻ പറഞ്ഞു ഓനവിടെ കൊണ്ടുപോകുമ്പോൾ അവിടെ ലൈറ്റുകളൊക്കെ ഉണ്ടാവലുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. ഓനവിടെ ചെന്നപാട് ഇതിന്മേൽ കൂടെയൊക്കെ നിറച്ച് ലൈറ്റ് ഉണ്ടാവലുണ്ട്, അപ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവലുണ്ട്, അത് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കേട്ടോ. ഒരു റൗണ്ടിലുള്ളത് കേട്ടോ, നല്ല രസമുണ്ട് സംഭവം. നമ്മൾക്കിങ്ങനെ കാണുമ്പോൾ നമ്മൾ ചുറ്റും വണ്ടിയിൽ നിന്നിട്ട് ചുറ്റും കാണുമ്പോൾ ഒരേപോലെയൊക്കെ ആയിട്ട് കേട്ടോ.
അപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗി ഇതൊക്കെ ഉണ്ട്. അപ്പം പറഞ്ഞു ലൈറ്റ് ഉണ്ടാവലുണ്ട്, ഇതിപ്പോൾ പുലർച്ചെ ആയതുകൊണ്ടായിരിക്കാം ഇനി ഓഫാക്കിയതാണോ അതോ പിന്നെ ഇവിടെ ലൈറ്റ് ഇപ്പോൾ ഇടലില്ലേ എന്നൊന്നും നമുക്കറിയില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ ഇവിടെ ഇതാക്കണ ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഇതിൻ്റെ മുകൾക്ക് കയറാൻ ലിഫ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ട് നമ്മളങ്ങനെ പോയിട്ട് അപ്പോൾ പറഞ്ഞ് ഇതാണ് ഇങ്ങോട്ട് തിരിച്ച് പോരുന്നതും ഓരോ യാത്രകളൊക്കെ കണ്ടിട്ടായതുകൊണ്ട് നമുക്കൊരു സന്തോഷം. നമ്മളെ ഒരു എന്താ പറയുക ടെൻഷനൊക്കെ കുറേ വിട്ട് മാറി അങ്ങനെയൊക്കെ ഒരു ഇതിലായിരുന്നു കേട്ടോ. നമുക്കിതൊക്കെ കാണിച്ച് തരുമ്പോഴൊക്കെ നമ്മൾ ഓരോ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനമൊക്കെ പറയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സന്തോഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോകുന്നത് ആ വീട്ടിലെത്തി. ഞാൻ വാതിൽ തുറന്ന പാടെ ലാജി കയറുകയാണ് കേട്ടോ. അപ്പോൾ ഈ വീണ്ടും ഞങ്ങൾ ദാ ഇവിടേക്കാണ് വന്ന് കയറിയിട്ടോ. അപ്പോൾ കുറേ ദിവസമായിട്ട് നല്ല ബഹളവും തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മളെപ്പോൾ വന്ന് കയറുമ്പോഴും വർത്താനം പറഞ്ഞ് കയറാൻ ഒരാളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ അനിയത്തി പിന്നെ ഇങ്ങോട്ട് കയറി വന്നിട്ടുള്ളത് കുട്ടികളെ ബാഗും പാത്രവും അങ്ങനെ ചുറ്റുപാത്രം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ ലാസിക്ക് വാതിൽ തുറക്കാനേ ഓന് കൂടെ പോരാൻ ഇത്രയും നേരം നമ്മൾ ഓനെ കൊണ്ടുപോകാതെ പോയതല്ലേ. അപ്പോൾ ഓനക്കിപ്പോൾ ഓനെ ഇട്ട് പോവുമോ എന്നുള്ളൊരു പേടിക്ക് കേട്ടോ. അങ്ങനെ അനിയത്തി ഇവരൊക്കെ അതാ പോണു. ഇപ്പോൾ എനിക്ക് ഇതുവരെ പോയി കഴിഞ്ഞിട്ട് ഞാൻ അകത്ത് കയറിയിട്ടുണ്ട് ഞാനൊരു കരച്ചിൽ കരഞ്ഞിട്ട്. അത് ഞാൻ എന്താ പറയുക പറയാൻ പറ്റില്ല കേട്ടോ. എന്നിട്ട് പിന്നീട് ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ഷാനുവിന് ഞാൻ പിന്നെ ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ മുഖം കണ്ടപ്പോൾ പറഞ്ഞു നന്നായിട്ട് കരഞ്ഞൂലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് മറുപടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി പോവുകയാണ് അവർ. എന്നെ ഇവിടെ ആക്കി തന്നു. ഇപ്പോൾ വെളുപ്പ് 5:30 മണിയൊക്കെ സമയത്താണ് അവർ എന്നെ ഇങ്ങോട്ട് കൊടുന്നാക്കി തന്നിട്ടുള്ളത് വെളുപ്പിന്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ വീഡിയോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും, ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. ഇനി കൂടുതൽ വൈകാതെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ശരി, ബായ്.